I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise. Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഹെറ്റോയ്മോസ് 2021 4th ഡേയിലേക്ക് ഏവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ പ്രോഗ്രാം അല്പം പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ സഹകാരികൾ, ഇതിലെ പാർട്ടിസിപ്പൻസ് എല്ലാം ആത്മാർത്ഥമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോട് സഹകരിച്ചു. നിങ്ങൾക്ക് ഏവർക്കും പ്രാർത്ഥനാധ്വനിയുടെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനവും വന്ദനവും ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഹെറ്റോയമോസ് 2021 എന്ന ഈ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ വളരെ ഉണ്ട്. ഏതെങ്കിലും നിങ്ങൾ ഈ ബൈബിൾ ക്വിസിനോട്, ദൈവവചന പഠനത്തിനോട് കാണിക്കുന്ന താല്പര്യത്തിന് സർവശക്തൻ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഈ ബൈബിൾ ക്വിസിന്റെ, മെഗാ ബൈബിൾ ക്വിസിന്റെ പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്ററിന്റെ മെഗാ ബൈബിൾ ക്വിസിന്റെ ജഡ്ജസ് ആയിട്ട് അനുഗ്രഹീതരായ ദൈവദാസന്മാരോടുണ്ട്. പ്രാർത്ഥനാധ്വനി ഖത്തർ ചാപ്റ്ററിന് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരോടുണ്ട്. അതിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ സാം തോമസ് ഉണ്ട്. അതുപോലെ ഫിലെ പൊന്നച്ചൻ, തോമസ് കുര്യൻ, ബിനോയ് കെ അയ്പെ, ജിൻസ് ജോണ്, ഷിജു തോമസ് തുടങ്ങിയ അനുഗ്രഹീതരായ ഊർജ്ജസ്വലരായിട്ടുള്ള കുറെ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരന്മാര് ഇതിന് നേതൃത്വം നൽകുന്നു. അവരുടെയൊക്കെ അക്ഷീണമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആണ് ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാമുകൾ നടക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. സൗണ്ട് കുറവാണെന്ന് ആരോ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഓക്കെ ആയോ? ഇനി ഞാൻ സൗണ്ട് എടുക്കണോ അതോ മറ്റ് മാധ്യമങ്ങൾ വല്ലതും സൗണ്ടിന് വേണ്ടി ഉപയോഗിക്കണമോ എന്നറിയാനായിട്ട് സൗണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് യെസ് കമന്റ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇതിന്റെ 4ാമത്തെ എപ്പിസോഡ് ഇന്ന് ആരംഭിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഇത് തുടരുന്നതാണ്. അതിന്റെ ഡേറ്റുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുകയാണ്. ഇവിടെ സംബന്ധിച്ചിട്ടുള്ള സൗണ്ട് ഓക്കെ, നോ താങ്ക്സ്. അപ്പോൾ സൗണ്ട് ഓക്കെ ആണെന്ന് അറിഞ്ഞു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നിട്ടും ചിലർക്ക് സൗണ്ട് ലോ ആണ്. അപ്പൊ ചിലർക്ക് ഓക്കെ ആകുമ്പോൾ ചിലർക്ക് ലോ ആകുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ കുഴപ്പമോ ഇവിടുത്തെ കുഴപ്പമോ അല്ല എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ കുറച്ചും കൂടെ ചെവി അടുപ്പിച്ച് പിടിക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാക്സിമം സൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും അത് അറിയാം എന്ന് കരുതുകയാണ്. ജാതി മത സഭാ ഭേദമന്യേ ആർക്കും പങ്കെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ റൂള്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഓരോ ചോദ്യത്തിനും ആദ്യത്തെ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യേണ്ടതാണ്. ഉത്തരം ഇംഗ്ലീഷിലോ മലയാളത്തിലോ കമന്റ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിലും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും വേണ്ടില്ല, ഏതാ എളുപ്പം വെച്ചാൽ വായിക്കാൻ പറ്റുന്നത് പോലെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, നമ്പർ ഇടണം. മാർക്കല്ല, ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട് നിങ്ങൾ മറക്കരുത് എന്നും കൂടെ ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യന് ഒന്നിലധികം ആൻസർ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക്, മൈനസ് മാർക്ക് വീഴാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിന്റെ ഒന്നാം സമ്മാനം 10,000 രൂപയും, രണ്ടാം സമ്മാനം 7,500 രൂപയും, മൂന്നാം സമ്മാനം 5,000 രൂപയുമാണ് പ്രാർത്ഥനാധ്വനി നിങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് നൽകുന്നത്. കൂടാതെ ഓരോ ദിവസവും വിജയികളായവർക്ക് വേറെ സമ്മാനങ്ങളുണ്ട്, ക്യാഷ് അവാർഡുകളുണ്ട്, അല്ലാത്ത അമൂല്യമായ
ആ സമ്മാനങ്ങൾ വീണ്ടും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓരോരുത്തർക്കും ഓരോ ദിവസവും വിജയികളാകുന്നവർക്ക് അങ്ങനെയും ചില പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ പ്രോഗ്രാം നിങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇത് തടസ്സം കൂടാതെ കാണാൻ ഷെയർ ചെയ്യുക. ചിലർക്ക് തടസ്സം വരുന്നതിന്റെ കാര്യം ഇത് ഷെയർ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക. അങ്ങനെ സുവിശേഷീകരണത്തിൽ പങ്കാളികളാകുവാൻ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇതിന്റെ ജഡ്ജസ് ആയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും എത്തിയെന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ ജോർജ് മാത്യു, പാസ്റ്റർ ജോൺസൺ കണ്ണൂർ, പാസ്റ്റർ ജോബി ടി രാജൻ, പാസ്റ്റർ ബിജു കുര്യാക്കോസ്, ബ്രദർ അജിത് ജോർജ് തുടങ്ങിയ സഹോദരങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഇവിടെ കമന്റ് ചെയ്തിരിക്കുന്നു. ജഡ്ജസ് എല്ലാം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ജഡ്ജ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ഇതിന്റെ കമന്റിന്റെ ടൈമിന്റെ ഏറ്റക്കുറച്ചിലൊക്കെ വരുന്നത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്നു. ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിനോടകം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പേര് ICUവിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ വിശ്രമിക്കുന്നു. നമ്മുടെ കേരളം വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. അതിന് കൊറോണ മാത്രമല്ല, മറ്റു പല അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് മറ്റു പല രോഗങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിനു വേണ്ടി, നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് എല്ലാവരും നിങ്ങൾ ആയിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദയവായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സർവശക്തനായ ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട്, നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടതിനായിട്ട് നാം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു. ഞങ്ങളുടെ കേരളം വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു. ദൈവത്തിന്റെ കരുണയുടെ കരം നീട്ടണമേ. ഒരുപാട് പേര് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വെന്റിലേറ്ററിലായിരിക്കുന്നു, ഹോസ്പിറ്റലിലായിരിക്കുന്നു, ICUയിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവരുണ്ട്. അവരൊക്കെ സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളിലായിരിക്കും ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലം, കലാമിറ്റിയുടെ പ്രയാസം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ ദൈവം വിടുവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാധുനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം. നേതൃത്വം നൽകുന്ന ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായിട്ട് നടക്കുവാൻ ദൈവം സഹായിക്കണം. സമസ്ത സാഹചര്യങ്ങളെയും ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാധുനിക്ക് ഉജ്ജ്വലമായ നേതൃത്വം വഹിക്കുന്ന ആദരണീയ കർത്തൃദാസൻ പാസ്റ്റർ ബെൻസൺ ദാനിയൽ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരോടുണ്ട്. നിങ്ങളെ എല്ലാവർക്കും ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങളും പ്രത്യേക വന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ബൈബിൾ ക്വിസിന്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അവസാനം ഇതിന്റെ കഴിഞ്ഞ ദിവസത്തെ മൂന്നാമത്തെ ദിവസത്തെ വിജയിയെ അവസാനം നമ്മൾ ഇവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അവരെല്ലാം ഇവിടെ ഉണ്ട് എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാലാമത്തെ എപ്പിസോഡിന്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് കടക്കുകയാണ്. ഉപദ്രവിച്ചവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചതാരെ? ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്നുള്ളതല്ല, കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരാളുണ്ട്. ആരാ എന്നുള്ളതാണ്. ഹു വെപ്റ്റ് ആൻഡ് പ്രേയർഡ് ഫോർ ഹിസ് എനിമീസ്. ആരാണ് ഉപദ്രവിച്ചവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച വ്യക്തി? ആര്? ഉപദ്രവിച്ചവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഉപദ്രവിച്ചവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച വ്യക്തി ആര്? ഇവിടെ ഷൈനി സൂസൻ നബിയുടെ ഒരു ആൻസർ ഞാൻ കണ്ടിരിക്കുന്നു. ആദ്യത്തെ ജോളി ആൻഡ്രൂസിന്റെ മറ്റൊരു ആൻസർ ഞാൻ കണ്ടിരിക്കുന്നു. റൈച്ചൽ ബിജുവിന്റെ ആൻസർ, ബ്യൂല ജോസഫിന്റെ, ബിന്ദു ബെൻസൺ, അക്സാറ്റി രാജു, ഷേബ ബോസ്, അക്സ ലാലു തുടങ്ങിയവരുടെ കമന്റ്സ് ഞാൻ കണ്ടു. ജോളി ബിജു, ഷേർലി ബിജു ജോൺ, ഗായോസ് റജി, സവിത സേവ്യർ, ഈ തുടങ്ങി ഒത്തിരി പേരുണ്ട്. എല്ലാ പേരും എനിക്ക് വായിക്കാനായിട്ട് കിട്ടുന്നില്ല. എങ്കിലും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരൊക്കെ ഇവിടെ നല്ല കമന്റ്സ് ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു എന്ന് കമന്റ് ചെയ്തവർക്ക് പ്രത്യേക അഭിനന്ദനം. യേശുവിനെ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം. പക്ഷെ അതിന്റെ ആൻസർ തെറ്റിപ്പോയി. സ്റ്റീഫൻ ഓർ സ്റ്റെഫാനോസ് എന്നാണ് അതിന്റെ ആൻസർ. കരഞ്ഞു പ്രാർത്ഥിച്ചത്, ഉപദ്രവിച്ചവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചത് സ്റ്റെഫാനോസ് ആണ്. സ്റ്റെഫാനോസ് എന്ന് കമന്റ് ചെയ്ത മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ആദ്യത്തെ 10 പേർക്ക് പോയിന്റുകൾ ജഡ്ജസിന് കൊടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ആൻസർ സ്റ്റെഫാനോസ് അഥവാ സ്റ്റീഫൻ എന്നാണ്. അങ്ങനെ ആൻസർ ചെയ്തവർക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. കള്ളപ്രവാചകനെ കുരുടനാക്കിയ നല്ല പ്രവാചകനാരെ? കള്ളപ്രവാചകനെ കുരുടനാക്കിയ നല്ല പ്രവാചകനാരെ? ഹു ഈസ് ദ പ്രോഫറ്റ് ഹു ബ്ലൈൻഡഡ് ദ ഫാൾസ് പ്രോഫറ്റ്? ഈ കള്ളപ്രവചനം നടത്തിയ ആളെ ബ്ലൈൻഡ് ആക്കി, കുരുടനാക്കിയ
പ്രവാചകൻ ആര് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. കള്ളപ്രവാചകനെ കുരുടനാക്കിയ പ്രവാചകൻ ആര് എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയുള്ള ആൾക്കാര് നമ്മുടെ നാട്ടിലില്ല. ഉണ്ടായിരുന്ന പലരും കുരുടന്മാരായിട്ട് നടക്കേണ്ട വന്നേനെ. കള്ളപ്രവാചകന്മാരെ കുരുടനാക്കിയ നല്ല പ്രവാചകൻ ആര് എന്നുള്ളതിനത് എല്ലാവരും പോൾ എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അങ്ങനെ പോൾ എന്ന് എഴുതുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിവേ, ഇവിടെ നല്ല മനോഹരമായ പേരുകളുള്ളവർ നല്ല പേരുകൾ ഇവിടെ കമന്റ് ചെയ്തിരിക്കുന്നു. പൗലോസ് എന്ന് കമന്റ് ചെയ്തു, ചിലർ പോൾ എന്ന് കമന്റ് ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായ ആൻസേഴ്സ് ഇവിടെ കാണുന്നു. പൗലോസും പോളും ഒന്നാണല്ലോ. അങ്ങനെ ഒറ്റ ആൻസർ മാത്രമാണ് ഞാൻ ഇവിടെ കാണുന്നത്. ആരും വ്യത്യസ്തമായിട്ട് ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് ലൈക്ക് LKG സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ലിസി ബ്രൈറ്റ് ഒക്കെ ഒത്തിരി പേർ അതിന് മുമ്പ് കമന്റ് ചെയ്തിരുന്നു. ഞാൻ എളുപ്പം കാണുന്ന പേരുകൾ മാത്രം പരാമർശിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പേര് അവിടെ കാണാതിരിക്കുന്നില്ല. തന്നെയല്ല, ഞാൻ നിങ്ങളുടെ പേര് കമന്റ് ചെയ്ത് പരാമർശിച്ചുകൊണ്ടും കാര്യമില്ല. ഇതിന്റെ ജഡ്ജസിന്റെ കണ്ണിൽ പെടുക എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അജില എന്നാണ് തോന്നുന്ന പേര്. പത്രോസ് എന്ന് ഞാൻ കണ്ടു, ജെറമ്യ എന്ന് ഞാൻ കണ്ടു. ഉപദ്രവിച്ചവർക്ക് വേണ്ടി കള്ളപ്രവാചകനെ കുരുടനാക്കിയ പ്രവാചകൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പോൾ അഥവാ പൗലോസ് എന്നാണ്. പോലീസ് എന്ന് ആരാണ്ട് എഴുതി വെക്കുന്നത്? പോലീസ് അല്ല, പൗലോസ് ഓർ പോൾ എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഇത് നമ്മൾ കിടക്കുകയാണ്. അപ്പോസ്തലന്മാര് പേര് മാറ്റിയത് ആരുടെ? അപ്പോസ്തലന്മാരെ പേര് മാറ്റിയത് ആരുടെ? whose name was changed by apostles? അപ്പോസ്തലന്മാരുടെ പേര് മാറ്റിയിട്ടുണ്ട് അല്ലേ? പൗലോസിന്റെയും ശീലാസിന്റെയും ഒക്കെ പേര് മാറ്റിയിട്ടുണ്ട്. പല അപ്പോസ്തലന്മാരുടെ പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാർ ഒരുത്തന്റെ പേര് മാറ്റി. അതാരുടെ പേരാണ്? അല്ലെ, ഇന്ദ്രനെന്നും ചന്ദ്രനെന്നും ഒക്കെ പേര് മാറ്റി. ചന്ദ്രനല്ല, ഇന്ദ്രനെന്നും ബുധൻ എന്നും ഒക്കെ പേര് മാറ്റിയതുണ്ട്. അപ്പം മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും കേട്ടു. അപ്പോസ്തലന്മാർ പേര് മാറ്റിയത് ആരുടെ എന്നാണ്. റോഷി തോമസ് ബ്രദർ ഇപ്പൊ വന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോസ്തലന്മാര് പേര് മാറ്റിയത് ആരുടെ എന്നുള്ളതാണ്. അപ്പോസ്തലന്മാര് പേര് മാറ്റിയത് ആരുടെ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോസ്തലന്മാര് പേര് മാറ്റിയത് ആരുടെ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോസ്തലന്മാര് പേര് മാറ്റിയത് ആരുടെ എന്നുള്ള ചോദ്യം. അപ്പോ സീമോൻ പത്രോസ് എന്നുള്ളത് യേശുക്രിസ്തു മാറ്റിയത്, അപ്പോസ്തലന്മാരല്ല മാറ്റിയത്. അപ്പോസ്തലന്മാര് പേര് മാറ്റിയ ഒരു വ്യക്തിയുള്ളൂ. അതിനിവിടെ ഒത്തിരി ആൻസറുകൾ ഇവിടെ കണ്ടു. അപ്പോസ്തലന്മാര് പേര് മാറ്റിയത് ബർണബാസിന്റെ പേരാണ്. ജോസഫിന്റെ പേര് ബർണബാസ് എന്ന് മാറ്റി. യോസെഫ് എന്ന് എഴുതിയവർക്കും ബർണബാസ് എന്ന് എഴുതിയവർക്കും മാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. ബർണബാസ് അഥവാ ജോസഫ് എന്നെഴുതിയവർക്ക് മാർക്ക് കൊടുക്കാൻ, ജോസഫ് അഥവാ ബർണബാസ് എന്നെഴുതിയവർക്ക് മാർക്ക് കൊടുക്കാനായിട്ട് ജഡ്ജസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ജഡ്ജസിന് ഞാൻ തന്ന ആൻസറിൽ ബർണബാസ് മാത്രമേ ഉള്ളൂ. ജോസഫ് എന്ന് എഴുതിയവർക്കും മാർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് നാലാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതാ, വീട്ടിൽ സഭ നടത്തിയിരുന്ന ദമ്പതിയാര്? വിച്ച് കപ്പിൾ ഹെൽഡ് എ കോൺഗ്രിഗേഷൻ അറ്റ് their home? അവരുടെ വീട്ടിൽ സഭ നടത്തിയിരുന്ന ദമ്പതി ആര് എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 4. വീട്ടിൽ സഭ നടത്തിയിരുന്ന ദമ്പതി ആര് എന്നുള്ളതാണ്. അപ്പൊ ദമ്പതി എന്ന് പറയുമ്പോൾ ദമ്പതികൾ എന്നല്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ദമ്പതി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടി ചേരും. ദമ്പതികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഭാര്യ ഒന്നിലധികം ഭർത്താവ് എന്നുള്ളതാണ്. അതുകൊണ്ട് ദമ്പതി എന്ന വാക്കാണ്. ഈ ദമ്പതികളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത്, ഈ ദമ്പതി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ വീട്ടിൽ സഭ നടത്തിയിരുന്നത് ആര്? ദമ്പതി എന്നാ ചോദിച്ചേക്കുന്നത്. കുര്യച്ചൻ പാസ്റ്ററെ, ദമ്പതി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരണം, അവരുടെ പേരാണ് വരേണ്ടത്. അതുകൊണ്ട് ദമ്പതി എന്ന് എഴുതിയത്. ഇവിടെ എല്ലാവരും ഒത്തിരി പേര് നല്ല വ്യക്തമായിട്ടുള്ള ആൻസർ തന്നിരിക്കുകയാണ്. അക്വിലാസും പ്രിസ്കില്ലയും എന്നെഴുതിയവർക്കാണ് മാർക്ക് തരേണ്ടത്. വായിക്കൊള്ളാത്ത പേരാണെങ്കിലും നിങ്ങൾ അതങ്ങ് പറയുക. അക്വിലാസും പ്രിസ്കില്ലയും എന്നെഴുതിയവർക്ക് മാർക്കുണ്ട്. ദമ്പതി എന്ന് പറഞ്ഞു രാജേഷ് പോത്താനിക്കാട്. കാര്യം രാജേഷ് പോത്താനിക്കാടാണെങ്കിലും തെറ്റെഴുതിയ മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് ശരിയായിട്ടുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. അക്വിലാസ് പ്രിസ്കില്ല എന്നെഴുതിയവർക്ക് കൊടുക്കണം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് കിടക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? അത് വലിയൊരു ദൂതാണ്. ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? വാട്ട് മസ്റ്റ് വി ഡു ടു കൺട്രോൾ അവർ ഡിസൈർസ് ഓഫ് ഫ്ലഷ്? നമ്മുടെ ജഡത്തിന്റെ മോഹം നിയന്ത്രിക്കാൻ അഥവാ നിവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ്. ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ് ഈ നാലാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ദിവസത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം?
ജഡത്തിന്റെ മോഹം. എക്സാറ്റി രാജു ഇവിടെ എഴുതി, ജെസ്സി അനീഷ എഴുതി. വ്യത്യസ്തമായ ഒബേദ സ്പിരിറ്റ് ആൻഡ് വർക്ക്, വ്യത്യസ്തമായ ആൻസറുകൾ ഞാൻ കാണുന്നു. വ്യത്യസ്തമായ ആൻസറുകൾ കാണുന്നു. ജഡത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊരു വാക്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ വളരെ എളുപ്പമാണ്. മനസ്സിലാക്കിയിരിക്കുക. ആൻസർ എഴുതേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുന്ന മുമ്പ് ആൻസർ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഒബേ ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്നെഴുതിയവർക്ക് ഒബേ ദ ഹോളി സ്പിരിറ്റ് എന്നോ അഥവാ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നോ ആൻസർ ചെയ്തവർക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആറാമത്തെ ചോദ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് കടക്കുന്നു. യേശു അവസാനമായി ജനത്തോട് പറഞ്ഞത് എന്താണ്? യേശു അവസാനമായി പറഞ്ഞത് എന്താണ്? ജനത്തോട് പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ്. വാട്ട് വാസ് ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തുവിന്റെ അവസാന വാക്കുകൾ എന്താണ് എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം. യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ വാക്കുകൾ, യേശു അവസാനമായി ജനത്തോട് പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം. യേശുവിന്റെ അവസാനത്തെ വാക്കുകൾ. ആറാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ട സമയം ഇതാ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറാമത്തെ ചോദ്യം, ഉത്തരത്തിന്റെ നമ്പർ ഇടാൻ നിങ്ങൾ മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ ഇടുവാനായിട്ട് മറക്കരുത്. മിനി രാജൻ, ക്വസ്റ്റ്യൻ നമ്പർ കാണുന്നില്ല. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു. യേശുക്രിസ്തു അവസാനമായി പറഞ്ഞ വാക്ക് എന്താണ് എന്നുള്ളതാണ്. എന്താണ് അവസാനമായി യേശുക്രിസ്തു പറഞ്ഞ വാക്ക്? യേശുക്രിസ്തു അവസാനമായി പറഞ്ഞ വാക്ക് എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം അവസാനം അധ്യായത്തിലെ അവസാന ഭാഗത്ത് കാണുന്നു. യേശു അവസാനമായി പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. എല്ലാവരോടും അത് തന്നെയാണ് പറഞ്ഞത്. ജനത്തോട് അല്ലെ, പൊതുജനത്തോട്, സഭയോട്, സകലരോടും പറഞ്ഞത് ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ്. ഐ വിൽ കം സൂൺ എന്നൊക്കെ ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു എന്നെഴുതിയവർക്ക് ആൻസർ മാർക്ക് കൊടുക്കാവുന്നതാണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഏഴാമത്തെ ചോദ്യം വളരെ പ്രസക്തമായി, കാലിക പ്രസക്തിയുള്ള, വളരെ ഇപ്പോഴത്തെ കാലത്തോട് വളരെ ചേർന്ന് പോകുന്ന ഒരു ചോദ്യമാണ്. പകർച്ചവ്യാധി ഉള്ളവരെ ക്വാറന്റൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന വാക്യം ഏത്? പകർച്ചവ്യാധി ഉള്ളവരെ ക്വാറന്റൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിലെ ഒരു വാക്യം ഏത് എന്നുള്ളതാണ്. Which Bible verses tell us about to take quarantine those who are infected with pandemic? പകർച്ചവ്യാധി ഉള്ളവരെ ക്വാറന്റൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു റെഫറൻസ് ഓർത്തിരിക്കണം. ഇപ്പോഴും നമ്മൾ ക്വാറന്റൈൻ എന്നൊക്കെ കേട്ട് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ പലരും ക്വാറന്റൈനിലാണ് അല്ലെ, പലരും ക്വാറന്റൈൻ കഴിഞ്ഞു. ഇങ്ങനെ പകർച്ചവ്യാധി ഉള്ളവരെ ക്വാറന്റൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു ബൈബിൾ വാക്യമുണ്ട്. അതേതാണ് എന്നുള്ളതാണ് വാക്യം. സവിത സേവ്യറിന്റെ കമന്റാണ് ഞാൻ ആദ്യം ഇവിടെ കാണുന്നത്. ഷൈനി സൂസൻ കമന്റ് ഞാൻ കാണുന്നു. വർഗീസ് ചാക്കോ, വ്യത്യസ്തമായ ആൻസറുകൾ. ലിജോ ജോസഫ്, റെഫറൻസ് പുസ്തകം മാത്രം എഴുതാതെ റെഫറൻസും കൂടെ എഴുതുവാനായിട്ട് സ്നേഹബുദ്ധിയായി ഞാൻ ഓർപ്പിക്കുകയാണ്. അതിന്റെ ആൻസർ എഴുതേണ്ട സമയം കഴിഞ്ഞു. ലെവിറ്റിക്കസ് 13:46, ലേവ്യ 13:46 എന്ന് എഴുതിയിരിക്കുന്നവർക്ക് 10 പേർക്ക് പോയിന്റ് കൊടുക്കാവുന്നതാണ്. അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. എന്താണ് എട്ടാമത്തെ ചോദ്യം? യേശു 3 പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം. യേശു 3 പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം. Which is the subject that Jesus repeated in his prayer 3 times? യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം ഏത് എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമെന്നൊക്കെ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് തിരുത്തുകയാണ്. അതല്ല, യേശു ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം 3 പ്രാവശ്യം. യേശു ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം ഒരേപോലെ റജി കിഴക്കമശ്ശേരി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻസർ ചെയ്യാം. റോബിൻസൺ കല്ലൂർ, യേശു ആവർത്തിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം ഏതാണ് എന്നുള്ളതാണ്.
യേശു ആവർത്തിച്ച് പ്രാർത്ഥിച്ചത് ഇവിടെ പലരും കമന്റ് ചെയ്തിരുന്നു. ശിഷ്യന്മാരുടെ ഐക്യത യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11, 21, 32 വാക്യങ്ങളിലാണ് യേശു ശിഷ്യന്മാർ ഐക്യമത്യപ്പെടാൻ വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ആ ഒറ്റ വിഷയമാണ് എന്ന് നമ്മൾ ഓർക്കണം. അവിടെ നമ്മുടെ ഐക്യതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്, ഐക്യതയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. 2-3 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഒരു രാജാവിന്റെയും പുരോഹിതന്റെയും പ്രവാചകന്റെയും പേരൊന്നായിരുന്നു. ഏതാണ് ആ പേര് എന്നുള്ളതാണ്. ഒരു രാജാവിന്റെ, പുരോഹിതന്റെ, പ്രവാചകന്റെ പേരൊന്നായിരുന്നു എന്നുള്ളത്. എ കിങ്, പ്രീസ്റ്റ് ആൻഡ് പ്രോഫറ്റ് ഹാഡ് സെയിം നെയിം. വിച്ച് ഈസ് ദാറ്റ് നെയിം? ഏതാണ് ആ 9ാമത്തെ ചോദ്യം? ഒരു രാജാവിന് അതേ പേര് തന്നെ ഒരു പ്രവാചകനും ഉണ്ടായിരുന്നു, അതേ പേര് തന്നെ ഒരു പുരോഹിതനും ഉണ്ടായിരുന്നു. ആരാണ് ആ പേര് എന്നുള്ളതാണ്. ആരാണ് ആ പേരിന്റെ ഉടയവൻ? ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആ പേര് ഇവിടെ ആൻസർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് പറയുന്നു. ആൻസർ സക്കറിയാവ് എന്നൊക്കെ എഴുതിയവർക്ക് ആ മാർക്ക് കൊടുക്കാവുന്നതാണ്. സക്കറിയാവ് എന്നുള്ളതാണ് 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. സക്കറിയാവ് എന്നുള്ളതാണ്. അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൈവം രാജാതി രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ? ടു ഹൂം ഗോഡ് ഡിസ്ക്രൈബ് ദ വേർഡ് കിങ് ഓഫ് കിങ്സ്. രാജാക്കന്മാരുടെ രാജാവ് അഥവാ രാജാതി രാജാവ് എന്ന് ദൈവം വിളിച്ചത് ആരെ എന്നുള്ളതാണ് 10ാമത്തെ ചോദ്യം. അല്ലെ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദൈവാതി ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ദൈവം രാജാതി രാജാവ് എന്ന് വിളിച്ചത് ആരെ എന്നുള്ളതാണ് 10ാമത്തെ ചോദ്യം. 10ന്റെ ആൻസർ ഇവിടെ കണ്ട് തുടങ്ങിയിരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള ആൻസറാണ് കണ്ടുവരുന്നത്. 10ാമത്തെ ചോദ്യം, ദൈവം രാജാതി രാജാവ് എന്ന് വിളിച്ചത് ആരെ? ദൈവം രാജാതി രാജാവ് എന്ന് വിളിച്ചത് ആരെ എന്നുള്ളതാണ്. ദൈവം രാജാതി രാജാവ് എന്ന് വിളിച്ചത് ആരെ? അക്സ, റൂഫോസ്, ബ്യൂല, റോഷി, ഗായോസ്. വ്യത്യസ്തമായ ആൻസറുകൾ ഇവിടെ കാണുന്നുണ്ട്. ദൈവം രാജാതി രാജാവ് എന്ന് വിളിച്ചത് നെബൂഖദ്നേസർ എന്ന് എഴുതിയവർക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്. നെബൂഖദ്നേസറിനെയാണ് ദൈവം രാജാതി രാജാവ് എന്ന് വിളിച്ചത്. എഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നു. ആ റെഫറൻസ് ഒന്ന് ഞാൻ പറഞ്ഞു, 26:7 കാണുന്നു. രാജാതി രാജാവ് എന്ന് നെബൂഖദ്നേസറിനെ ദൈവം സംബോധന ചെയ്തു എന്നുള്ളതാണ്. അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. 11, ക്വസ്റ്റ്യൻ നമ്പർ 11. 11ാമത്തെ ചോദ്യം, 3 പേര് ചേർന്ന് എഴുതിയ ലേഖനം ഏത്? ആ എഴുത്തുകാർ ആരെല്ലാം? 3 പേര് ചേർന്ന് എഴുതിയ ലേഖനമേത്? എഴുത്തുകാർ ആരെല്ലാം എന്നുള്ളതാണ് 11ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദാറ്റ് എപ്പിസ്റ്റൽ റൈറ്റിംഗ് ബൈ 3 പീപ്പിൾ? ഹു ആർ ദേ? ആരാണ് 3 പേര് ചേർന്ന് എഴുതിയ ഒരു ലേഖനം? ആ ലേഖനത്തിന്റെ എഴുത്തുകാർ ആരാ? 3 പേര് ചേർന്ന് എഴുതിയ ലേഖനം ഏതാണ്? ആ എഴുത്തുകാർ കൊരിന്ത്യർന്ന് എഴുതിയ, അറിയാതെ ഞാൻ പറഞ്ഞു. ആ ലേഖനത്തിന്റെ പേരെഴുതിയാ പോരാ, ആ എഴുതിയ വ്യക്തികളെയും കൂടെ എഴുതിയാൽ മാത്രം മാർക്ക്. 3 പേര് ചേർന്ന് എഴുതിയ ലേഖനം, 3 പേർ. ക്വസ്റ്റ്യൻ നമ്പർ എഴുതാനായിട്ട് മറക്കല്ലേ. 3 പേർ ചേർന്ന് എഴുതിയ ലേഖനം ഏത്? ലേഖനമേത്? എഴുത്തുകാരേത്? ലേഖനമേത്? എഴുത്തുകാർ ഏത്? ലേഖനമേത്? എഴുത്തുകാർ ആര് എന്നുള്ളതാണ്. ആൻസർ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വരുന്ന ആൻസർ സ്വീകാര്യമല്ല. കൊരിന്ത്യർന്ന് ഞാൻ തെറ്റി പറഞ്ഞപ്പോ ആരാണ്ടൊക്കെ കൊരിന്ത്യർ അത് കേട്ടിട്ട്, കൊരിന്ത്യരല്ല, തെസ്സലോനിക്ക ലേഖനമാണ്. പൗലോസും സിൽവാനോസും തിമത്യോസും ചേർന്ന് എഴുതിയതാണ്. അതുകൊണ്ട് തെസ്സലോനിയൻ എന്ന് എഴുതിയവർക്കും പൗലോസ്, സിൽവാനോസ്, തിമത്യോസ് എന്ന ആൻസർ കറക്റ്റായിട്ട് എഴുതിയവർക്കും മാത്രം മാർക്ക് കൊടുക്കാനായിട്ട് ദയവായിട്ട് ജഡ്ജസ് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 11 കഴിഞ്ഞ് 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഏത് യാഗത്തിലാണ് പെണ്ണാടിനെ അനുവദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ഓഫറിംഗ് ഗോഡ് അലൗഡ് ഫീമെയിൽ ഫ്ലോക്ക്? ഏത് യാഗത്തിലാണ്? ഒരുപാട് യാഗമുണ്ട്, യോഗമല്ല യാഗം. ഏത് യാഗത്തിലാണ് പെണ്ണാടിനെ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് യാഗത്തിലാണ്? 12ാമത്തെ ചോദ്യം, ഏത് യാഗത്തിലാണ് പെണ്ണാടിനെ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12, ഏത് യാഗത്തിലാണ് പെണ്ണാടിനെ അനുവദിച്ചിരിക്കുന്നത്? ഏത് യാഗത്തിലാണ് പെണ്ണാടിനെ അനുവദിച്ചിരിക്കുന്നത്? ഏത് യാഗത്തിലാണ് പെണ്ണാടിനെ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് 12ാമത്തെ ചോദ്യം.
ഉത്തരം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം സമാധാനയാഗത്തിൽ. ലേവ്യ 3:6 സമാധാനയാഗത്തിൽ, സമാധാനയാഗത്തിൽ, പീസ് ഓഫറിംഗ് എന്നൊക്കെ പറയുന്നവർക്കാണ് മാർക്കുള്ളത്, എന്നൊക്കെ പറയുന്നവർക്ക് മാത്രമാണ്, എന്നെഴുതിയവർക്ക് മാത്രമാണ് മാർക്കുള്ളത്. പീസ് ഓഫറിംഗ് എന്നുള്ളതാണ്. പീസ് ഓഫറിംഗ്. അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. എന്താണ് 13ാമത്തെ ചോദ്യം? ഒരു ദിവസം കൊണ്ട് തളിർത്ത പൂത്ത് കായ്ച്ച ഫലമേത്? ഒരു ദിവസം കൊണ്ട് തളിർത്ത പൂത്ത് കായ്ച്ച ഫലമേത്? വിച്ച് ഫ്രൂട്ട് സ്പോട്ട് ബഡഡ് ആൻഡ് ബ്ലോസം ഇൻ എ സിംഗിൾ ഡേ? ഒരു ദിവസം കൊണ്ട് തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചു. ഏതാണ് ആ ഫലം? ഏതാണ് എന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. ഒറ്റ ദിവസം, എ സിംഗിൾ ഡേ, തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചു. ഏതാണ് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട്? ഇവിടെ ഒത്തിരി ആൻസറുകൾ ഞാൻ കാണുന്നു. ദൂതായിപ്പഴമൊന്നുമല്ല, ഈന്തപ്പഴമല്ല. ഇവിടെ ദൂതായിപ്പഴം, ഈന്തപ്പഴം, ആ പഴം എന്താണ് എന്നുള്ളതാണ്. അത് ഉത്തരം ബദാം, ആൽമോണ്ട്, ബദാം എന്നെഴുതിയവർക്കാണ് മാർക്ക് ഉള്ളത്. ആൽമോണ്ട്സ് ഓർ ബദാം എന്നെഴുതിയവർക്കാണ് മാർക്ക്. 14ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ബദാം ഒത്തിരി എഴുതി. 14ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. ആദ്യമായി പണം കൊടുത്ത് സ്ഥലം വാങ്ങി ആലയം പണിത ആര്? ആദ്യമായി പണം കൊടുത്ത് സ്ഥലം വാങ്ങി ആലയം പണിത വ്യക്തി ആര്? ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു പർച്ചേസ്ഡ് ലാൻഡ് ബൈ പേയിങ് മണി ആൻഡ് ബിൽറ്റ് എ ടെമ്പിൾ ഓഫ് ഗോഡ്? ഒരു മനോഹരമായ ദൈവാലയം പണം കൊടുത്ത് സ്ഥലം വാങ്ങി ദൈവാലയം പണിത ആദ്യ വ്യക്തി ആര് എന്നുള്ളതാണ് 14ാമത്തെ ചോദ്യം. 14ാമത്തെ ചോദ്യം. പണം കൊടുത്ത് സ്ഥലം മേടിച്ച് ആലയം പണിതത് ആര് എന്നുള്ളതാണ്. അബ്രഹാം എന്നും ഡേവിഡ് എന്നും ഒക്കെ ഞാൻ കാണുന്നു. പണം കൊടുത്ത് ആദ്യമായി സ്ഥലം മേടിച്ച് ആലയം പണിത വ്യക്തി ആര് എന്നുള്ളതാണ്. പണം കൊടുത്ത്. ആൻസർ പറയേണ്ട സമയം അതിക്രമിച്ചതുകൊണ്ട് ആൻസർ പറഞ്ഞു പോകുന്നു. ഇതിന്റെ ആൻസർ ആരും തന്നെ പറഞ്ഞില്ല എന്നുള്ളതാണ് ജഡ്ജസ് ശ്രദ്ധിക്കുക. 14ാമത്തെ ആൻസർ ഞാൻ ഇതുവരെ ആരെയും കണ്ടില്ല. നിങ്ങൾ നോക്കുക, യാക്കോബ് എന്നെഴുതിയവർക്ക് മാർക്ക് കൊടുക്കുക. യാക്കോബ് എന്നുള്ള ഒറ്റ ആൻസർ പോലും ഞാൻ കണ്ടില്ല. യാക്കോബ് ഓർ ജേക്കബ് എന്നെഴുതിയവർക്കാണ് ഞാൻ കണ്ടത്. ബിജില രാജേഷിന്റെ കണ്ടു, ജേക്കബ് എന്നാണ് കണ്ടത്. ഒറ്റ ആൻസർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 15ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. ദാവീദൊക്കെ പണം കൊടുത്ത് സ്ഥലം മേടിച്ച് ആലയം പണിതെങ്കിൽ ഞാൻ ആദ്യത്തെ ആളെന്നാണ് ചോദിച്ചത്. ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായിരുന്നു 15ാമത്തെ ചോദ്യം. അബ്രഹാം തന്നെ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഹൗ എബ്രഹാം എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഹിംസെൽഫ്? അവൻ തന്നെ അബ്രഹാം എങ്ങനെയാണ് തന്നെ വിശേഷിപ്പിച്ചത്? ഐ ആം റവറൻഡ് സോ ആൻഡ് സോ, അല്ലെ? ഞാൻ റവറൻഡ് എന്നാണോ, അതോ മോസ്റ്റ് റവറൻഡ് എന്നാണോ, പാസ്റ്റർ എന്നാണോ, മറ്റെന്തെങ്കിലുമാണോ? അബ്രഹാം തന്നെ വിശേഷിപ്പിച്ച ഒരു വിശേഷണമുണ്ട്. എന്താണ് അത്? അബ്രഹാം തന്നെ വിശേഷിപ്പിച്ച വിശേഷണം. നമ്മുടെ അമ്മച്ചിമാര് ചിലര് സാക്ഷ്യം പറയുമ്പോഴൊക്കെ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കൊരു ക്ലൂ ഞാൻ തരിക. പലരും അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസറുകൾ, 15ന്റെ വ്യക്തമായിട്ടുള്ള ആൻസർ ഞാനിവിടെ കാണുന്നു. അബ്രഹാം എന്താണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ വ്യക്തമായിട്ടുള്ള ആൻസറുകൾ എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പൊടിയും വെണ്ണീറും എന്ന് എഴുതിയവർക്കൊക്കെയാണ് മാർക്കുള്ളത്. പൊടിയും വെണ്ണീറും എന്ന് എഴുതിയവർക്കാണ്. ഇവിടെ ആരാണ്ട് ഡസ്റ്റ് ആൻഡ് വെണ്ണീർ എഴുതി, എന്നാലും വേണ്ടില്ല. ഡസ്റ്റ് ആൻഡ് വെണ്ണീർ, പൊടിയും വെണ്ണീറും എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. അതുകൊണ്ട് 15ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 ഞാൻ ചോദിച്ചത്. 16ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16. എന്താണ് 16ാമത്തെ ചോദ്യം? വാൾ കൊണ്ട് ഉപജീവിക്കുമെന്ന് മകനെ അനുഗ്രഹിച്ചത് ആര്? വാള് കൊണ്ട് ഉപജീവിക്കുമെന്ന് മകനെ അനുഗ്രഹിച്ചത് ആര്? ഹു ഇസ് ദ പേഴ്സൺ ബ്ലെസ്ഡ് ഹിസ് സൺ ബൈ saying that you will be surviving with the sword? വാള് കൊണ്ട് ഉപജീവിക്കുമെന്ന് മകനെ അനുഗ്രഹിച്ചത് ആര് എന്നുള്ളതാണ് 16ാമത്തെ ചോദ്യം. വാള് കൊണ്ട് ഉപജീവിക്കുമെന്ന് മകനെ അനുഗ്രഹിച്ച മഹാനായിട്ടുള്ള വ്യക്തി ആര് എന്നുള്ളതാണ്. ആരാണ് വാള് കൊണ്ട് ഉപജീവിക്കുമെന്ന് മകനെ അനുഗ്രഹിച്ചത് ആര് എന്നുള്ളതാണ് 16ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒരുപാട് ഞാൻ കാണുന്നു. 16ാമത്തെ ചോദ്യം. ആരാണ് അനുഗ്രഹിച്ചത്? വാളുകൊണ്ട് ഉപജീവിക്കുമെന്ന് അനുഗ്രഹിച്ചത് ആര് എന്നുള്ളതാണ്. വാളുകൊണ്ട് ഉപജീവിക്കുമെന്ന് മകനെ അനുഗ്രഹിച്ചത് ആര്?
ആ വ്യത്യസ്തമായ ആൻസറുകൾ ഞാൻ ഇവിടെ കാണുന്നു. പക്ഷെ അതിന് ഒറ്റ ആൻസർ ഉള്ളൂ. ഇസഹാക്ക് ഓർ ഐസക് എന്ന് എഴുതിയവർക്ക് മാത്രമാണ് 16 മാർക്കുള്ളത്. ഇസഹാക്ക് ഓർ ഐസക് എന്ന് എഴുതിയവർക്ക് മാർക്കുണ്ട്. 16-ാമത്തെ ഇസഹാക്ക് അല്ലെങ്കിൽ ഐസക് എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. 17-ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. എന്താണ് 17 എന്ന് നോക്കാം. ഭാര്യയുടെ ഓർമ്മയ്ക്കായി സ്തംഭം സ്ഥാപിച്ചതാരെ? ഹൂ ഡിഡ് സെറ്റ് അപ്പ് ദ പില്ലർ ഓവർ ഹിസ് വൈഫ്സ് ടോം? ആരാണ് ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് സ്തംഭം സ്ഥാപിച്ചത്? ഷാജഹാൻ മുംതാസിന്റെ ഓർമ്മയ്ക്കായിട്ട് മനോഹരമായ താജ്മഹൽ സ്ഥാപിച്ചതുപോലെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്തംഭം സ്ഥാപിച്ചതാര്? എന്നുള്ള ഒരാള് ചോദിച്ചു. ഇയാൾക്ക് അത്ര മറവിയായിരുന്നു. ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വലിയ കെട്ടിടം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്തംഭം സ്ഥാപിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. 17-ാമത്തെ ചോദ്യം. 17-ാമത്തെ ചോദ്യത്തിന് വ്യത്യസ്തമായ ഉത്തരം കണ്ടു. 17-ാമത്തെ ചോദ്യം ഒറ്റ ഉത്തരവുള്ളൂ. യാക്കോബ് ഓർ ജേക്കബ് ഓർ യാക്കോബ് അല്ലെങ്കിൽ ജേക്കബ് എന്നെഴുതിയവർക്കാണ് മാർക്കുള്ളത്. 18-ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. 18-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കിണറിനെ കുറിച്ച് പാട്ടുപാടിയതാര്? ഹൂ സാങ് ദ സോങ് അബൌട്ട് വെൽ? കിണറിനെ കുറിച്ച് അല്ലെ പാട്ട് പാടിയത് ആര്? കുളം അഥവാ കിണറിനെ കുറിച്ച് പാട്ട് പാടിയത് ആര്? നമ്മൾ പാട്ട് പാടി കുളമാക്കാറുണ്ട്. പക്ഷെ കുളത്തെ കുറിച്ച് അല്ലെ കിണറിനെ കുറിച്ച് പാട്ട് പാടിയ ഒരു വ്യക്തിയുണ്ട്. ഒരു വ്യക്തിയല്ല, വ്യക്തികളുണ്ട്. ആരാണ് കിണറിനെ കുറിച്ച് പാട്ട് പാടിയത് എന്നുള്ളതാണ് ചോദ്യം. ലിസി ബ്രൈറ്റ്, നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ആൻസർ എഴുതിയിരിക്കുകയാണ്. ആരാണ് കിണറിനെ കുറിച്ച് പാട്ട് പാടിയത് എന്നുള്ളതിന് ഉത്തരം എഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കിണറിനെ കുറിച്ച് പാട്ട് പാടിയത് ലിസി ബ്രൈറ്റ്, മക്സാറ്റി രാജു ഒക്കെ എഴുതിയതുപോലെ, ഇസ്രയേൽ റേച്ചൽ ബിജു എഴുതിയതുപോലെ, ഇസ്രയേൽ മക്കൾ ഡിജോ ജോസഫ്, ഇസ്രയേൽ മക്കൾ അഥവാ ഇസ്രയേൽ എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. അതുകൊണ്ട് 18-ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ട സമയം കഴിഞ്ഞു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 19-ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 19. 19-ാമത്തെ ചോദ്യം. മൃഗം തന്നെ കളിയാക്കിയെന്ന് പറഞ്ഞ മനുഷ്യനാര്? ഹൂ ഡിഡ് സേ ദാറ്റ് ആൻ ആനിമൽ മോക്കഡ് മീ? ആരാണ് മൃഗം തന്നെ കളിയാക്കിയെന്ന് പറഞ്ഞത്? ആരാണ്? ഒരു മനുഷ്യൻ പറഞ്ഞു മൃഗം കളിയാക്കിയത്. പറഞ്ഞ വ്യക്തി ആരാണ്? മൃഗം കളിയാക്കിയെന്ന് പറഞ്ഞ മനുഷ്യനാര് എന്നുള്ളതാണ് 19-ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 19. മൃഗം കളിയാക്കി എന്ന് പറഞ്ഞ മനുഷ്യനാര്? മൃഗം കളിയാക്കി എന്ന് പറഞ്ഞ മനുഷ്യനാര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബിലയാം എന്ന് എഴുതിയവർക്കൊക്കെ മാർക്കുണ്ട്. ബിലയാം പറയാം കഴുത അദ്ദേഹത്തെ കളിയാക്കിയത്. അപ്പോൾ ഇതിൽ ആരാണ് യഥാർത്ഥ കഴുത? അല്ലെ, ബിലയാം ആണ് പറഞ്ഞത് നീ എന്നെ കളിയാക്കിയതെന്ന് കഴുതയോട് ചോദിക്കുകയാണ്. അപ്പൊ 19ന്റെ ഉത്തരം ബിലയാം എന്നാണ്. 20ന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സ്ത്രീയെ കണ്ട് ഞെട്ടിയ പുരുഷനാര് എന്നുള്ളതാണ്. വിച്ച് മാൻ വാസ് സ്റ്റാർട്ടൽഡ് ബൈ സീയിങ് എ വുമൺ? ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഒരു പുരുഷൻ ഞെട്ടി. ഏതാണ് ആ പുരുഷൻ എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ കണ്ട് ഞെട്ടിയ പുരുഷനാര്? പുരുഷന്മാരെ കണ്ട് ഞെട്ടുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ സ്ത്രീയെ കണ്ട് ഞെട്ടുന്ന ഒരു പുരുഷനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഞെട്ടിയ ഒരു പുരുഷനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആരാണ് ആ പുരുഷൻ എന്നുള്ളതാണ് ചോദ്യം. സ്ത്രീയെ കണ്ട് ഞെട്ടിയ പുരുഷൻ ആര് എന്നുള്ളതാണ് ചോദ്യം. 20-ാമത്തെ ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതേണ്ട സമയം വളരെ പെട്ടെന്ന് അതിക്രമിച്ചു. ബോസ് എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. ബോസ് എന്ന് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാൻ. സ്ത്രീയെ കണ്ട് ഞെട്ടിയ പുരുഷൻ അല്ല, രാത്രിക്ക് അസാധാരണമായ സാഹചര്യത്തിൽ, അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ കണ്ടുകൊണ്ടാണ് ഞെട്ടിയത്. അല്ലാതെ സ്ത്രീയെ കണ്ട ഉടനെ പുരുഷന്മാർ ഞെട്ടുമൊന്നുമില്ല. അങ്ങനെ സ്ത്രീകൾ ഓർക്കുകയും വേണ്ട. അപ്പോ സ്ത്രീയെ കണ്ട് ഞെട്ടിയ പുരുഷൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ബോവസ് എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21. 21-ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21. പ്രവചിച്ച അഹോവൃത്തി കഴിക്കാൻ ആരോട് പറഞ്ഞു? നീ പ്രവചിച്ച അഹോവൃത്തി കഴിക്കാൻ. aid your bread by promising. Who said to whom? ആരോട് പറഞ്ഞു നീ പ്രവചിച്ച അഹോവൃത്തി കഴിക്കാൻ? നീ പ്രവചിച്ച് അഹോവൃത്തി കഴിക്കാൻ ആരോട് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. പ്രവചിച്ച അഹോവൃത്തി കഴിക്കാൻ 21-ാമത്തെ ചോദ്യം. പ്രവചിച്ച അഹോവൃത്തി കഴിക്കാൻ ആരോട് പറഞ്ഞു എന്നുള്ളതാണ് 21-ാമത്തെ ചോദ്യം. 21 ഷീബ ജോസിന്റെ ആൻസർ കാണുന്നു. ജോളി ബിജു, ജെമി ജേക്കബ്
ആരാണ് പ്രവചിച്ച അഹോവൃത്തി കഴിക്കാനായിട്ട്? ആൻസർ അമസ്യാവ് ആമോസിനോട്. അമസ്യാവ് ആമോസിനോട്, ദൈവമല്ല ആമോസിനോട് പറഞ്ഞത്, അമസ്യാവ് ആമോസിനോട് എന്നുള്ളതാണ് ആൻസർ. അമസ്യാവ് ആമോസിനോട്. അടുത്ത 22ാമത്തെ ചോദ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് കിടക്കുന്നു. ദൈവത്തിന് മന്ത്രിസഭ ഉണ്ടെന്ന് പറഞ്ഞത് ആര്? പുതിയ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നു, പക്ഷെ ദൈവത്തിന് മന്ത്രിസഭ ഉണ്ടെന്ന ആൾ പറഞ്ഞത് ആരാണ് പറഞ്ഞതെന്നുള്ളതാണ്. ഹു സെഡ് ദാറ്റ് there is a council of God? ദൈവത്തിന് മന്ത്രിസഭ ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തി ആര് എന്നുള്ളതാണ്. പിണറായി വിജയന് മന്ത്രിസഭയുണ്ട്, നരേന്ദ്രമോദിക്ക് മന്ത്രിസഭയുണ്ട്. ദൈവത്തിന് മന്ത്രിസഭ ഉണ്ടെന്ന് പറഞ്ഞത് ആര്? 22ാമത്തെ ചോദ്യം, ദൈവത്തിന് മന്ത്രിസഭ ഉണ്ടെന്ന് പറഞ്ഞത് ആര് എന്നുള്ള ചോദ്യമാണ്. 22ന്റെ ഉത്തരം, 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദൈവത്തിന് മന്ത്രിസഭ ഉണ്ടെന്നുള്ളത് പറഞ്ഞത് ആര് എന്നുള്ളതാണ്. ഇവിടെ വ്യക്തമായ ആൻസറുമായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നിരിക്കുന്നു. വ്യക്തമായ ആൻസർ സവിത സേവ്യറും ഷൈനി സൂസൻ എബിയും അങ്ങനെ അതിന് മുമ്പ് ചിലരും ഗായോസ് റജിയും ഒക്കെ പറഞ്ഞിരിക്കുന്നു ദൈവത്തിന് മന്ത്രിസഭ ഉണ്ടെന്ന്. പക്ഷെ അക്സാറ്റി രാജു വ്യത്യസ്തമായിട്ടൊരു ആൻസർ ആണല്ലോ എഴുതിയിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? മറ്റെല്ലാവരും ജോബ് എന്ന് എഴുതി. ജോബ് എന്നുള്ള ആൻസർ അബ്സല്യൂട്ട് റോങ്, അത് തെറ്റാണ്. ജോബ് അല്ല, ആൻസർ എലീസഫ് എന്നാണ്. എലീസഫ് എന്ന് എഴുതിയവർക്കാണ് മാർക്ക്. അത് അക്സാറ്റി രാജുവിന്റെ മാത്രമാണ് ഞാൻ കണ്ടത്. എലീസഫ് എന്ന് എഴുതണം, അതാണ് ശരിയായ ആൻസർ. ജോബ് അല്ല, ജോബിന്റെ പുസ്തകത്തിലാണ് എന്നുള്ളത് ശരിയാണ്, 15-8 എന്നുള്ളത് ശരിയാണ്. അക്സാറ്റി രാജുവാണ് കറക്റ്റ് ആയിട്ട് 22ന്റെ ആൻസർ എഴുതിയിരിക്കുന്നത്. 23ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് 23ാമത്തെ ചോദ്യം. ബിഷപ്പ് ബോയ്സ് ആരാണ്? ഹു ആർ ദ ബിഷപ്പ് ബോയ്സ്? ബിഷപ്പ് ബോയ്സ് എന്ന് വിളിക്കുന്ന ആരാ? 23 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ ഒരു ജനറൽ ക്വസ്റ്റ്യൻ പോലെയുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. ബിഷപ്പ് ബോയ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് 23ാമത്തെ ചോദ്യം. നിങ്ങളിത് കേൾക്കണം. ക്രിസ്തീയ കൾച്ചറിലുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാര്, ക്രിസ്തീയ ശുശ്രൂഷകന്മാര്, യേശു ക്രിസ്തുവായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന, വളരെ ക്രിസ്ത്യൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ സംഭാവനകളെ കുറിച്ച്, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യമായിരിക്കും ഈ 3 ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ആരാണ് ബിഷപ്പ് ബോയ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആരാണ്? രൂപോസ് റജിയും അക്സാറ്റി രാജു, അതിനു മുമ്പും പലരും വ്യക്തമായിട്ട് ആൻസർ റോഷി, ഗായോസ്, ഷൈനി ഒക്കെ എഴുതിയിരിക്കുന്നു. റൈറ്റ് ബ്രദേഴ്സ് എന്നാണ്. റൈറ്റ് ബ്രദേഴ്സ് എന്നാണ് അല്ലെ? ബിൻബർ ഓർ ഓർബിൻ റൈറ്റ് അല്ലെ? റൈറ്റ് ബ്രദേഴ്സ് എന്ന് എഴുതിയവർക്കാണ് മാർക്കുള്ളത്. റൈറ്റ് ബ്രദേഴ്സ് കറക്റ്റ് ആൻസർ ആണ്. 1903 ആരംഭിച്ചു. അവർ ഒരു ആകാശത്തൂടെ പോകുന്ന ഒരു പേടകം ഉണ്ടാക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവര് പരിശ്രമിച്ചു. അതിന്റെ അകത്ത് ബിൻബറിന് മേജറായിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡന്റിന്റെ പരിണിത ഫലങ്ങളെ ഒന്നും വകവെക്കാതെ തന്നെ അതിന്റെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരുന്നു. പക്ഷെ ഈ സഹോദരന്മാരുടെ അപ്പനൊരു ബിഷപ്പായിരുന്നു. മിൽട്ടൺ റൈറ്റ് എന്ന മഹാനായ ഒരു ദൈവദാസന്റെ മക്കളായിരുന്നു. അതായത് ചർച്ച് ഓഫ് യുണൈറ്റഡ് ബ്രദർ ഇൻ ക്രൈസ്റ്റ് എന്ന ഒരു സഭയുടെ ബിഷപ്പായിരുന്ന മിൽട്ടൺ റൈറ്റിന്റെ 2 മക്കളായിരുന്നു. ഞായറാഴ്ച ദിവസം ഇവർ വർക്ക് ചെയ്തിരുന്നില്ല. അവർ സൺഡേ സ്കൂൾ മുടക്കിയിരുന്നില്ല. പിന്നീട് സൺഡേ സ്കൂൾ അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചവരായിരുന്നു. ഒരു സൺഡേ വർഷിപ്പ് പോലും മുടക്കാതിരുന്ന് ശക്തമായിട്ട് ക്രിസ്തീയ ജീവിതം നയിച്ച ഈ സഹോദരന്മാരാണ് ഇത് നമ്മളൊക്കെ ഓരോ രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലെയിൻ കണ്ടുപിടിച്ച മഹാന്മാരായ വ്യക്തിത്വങ്ങൾ. റൈറ്റ് ബ്രദേഴ്സിനെ അറിയപ്പെട്ട ഒരു പേര് ബിഷപ്പ് ബോയ്സ് എന്നാണ്. ബിഷപ്പിന്റെ പയ്യന്മാര് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ സഹോദരന്മാരെ ഓർക്കുക. ഇന്ന് പ്ലെയിനെ കയറുന്നവരൊക്കെ ഓർക്കുക. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് 2 അനുഗ്രഹീതരായ ദൈവമക്കളായിരുന്നു. അനുഗ്രഹീതനായ ഒരു ദൈവദാസന്റെ മക്കളായിരുന്നു എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24, 24ാമത്തെ ചോദ്യം. മാർട്ടിൻ ലൂതർ കിങ് ആരായിരുന്നു? ഹു വാസ് മാർട്ടിൻ ലൂതർ കിങ്? മാർട്ടിൻ ലൂതർ കിങ് ആരായിരുന്നു എന്നുള്ളതാണ് 24ാമത്തെ ചോദ്യം. 24 ക്വസ്റ്റ്യൻ നമ്പർ 24. മാർട്ടിൻ ലൂതർ കിങ് ആരായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിനെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കണം. ആരായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആരായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് എന്ന ചോദ്യത്തിന് 24ന്റെ ഉത്തരം ഇവിടെ കണ്ട് തുടങ്ങിയിരിക്കുന്നു. 24ന്റെ ഉത്തരം ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. 24 ക്വസ്റ്റ്യൻ നമ്പർ 24. ആരായിരുന്നു മാർട്ടിൻ ലൂതർ എന്ന് പ്രസിഡന്റ് USA എന്ന് കണ്ടു. ബാപ്റ്റിസ്റ്റ് മിഷണറി, പാസ്റ്റർ, നവോത്ഥാന നായകൻ എന്നൊക്കെയാണ്. ആഫ്രിക്കൻ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ്, പ്രൊട്ടസ്റ്റന്റ് ലീഡർ, അമേരിക്കൻ ഒക്കെ. മാർട്ടിൻ ലൂതർ ആരായിരുന്നു? നവീകരണ കർത്താവ്,
എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ മാർട്ടിൻ ലൂതർ കിങ് ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ജഡ്ജസ് വളരെ ശ്രദ്ധിക്കുക. മാർട്ടിൻ ലൂതർ കിങ് ആരായിരുന്നു എന്ന ചോദ്യം, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ പിതാവായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയുടെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് എഴുതിയത് നിങ്ങൾക്ക് തെറ്റി. അത് അദ്ദേഹത്തിന്റെ മകൻ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആയിരുന്നു. ആരായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ റിഫോമർ ഒന്നും അല്ലായിരുന്നു. അമേരിക്കയിലെ കർത്തവർഗക്കാരുടെ ഗാന്ധിജി എന്നറിയപ്പെട്ട ആളും അല്ലായിരുന്നു. നവോത്ഥാന കർത്താവ് എന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരാരുമല്ലായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ പിതാവായിരുന്നു. ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി എഴുതിയ ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ എന്ന് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാം, ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ എന്ന് എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ ഐ ഹാവ് എ ഡ്രീം എന്നുള്ള പ്രസിദ്ധമായ പ്രഭാഷണം നടത്തിയ ശക്തനായ ദൈവവൃത്തിനായിരുന്ന നവീകരണ കർത്താവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പിതാവായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ പിതാവായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. ഇവർ മാറിപ്പോകുന്നുണ്ട്. എപ്പോഴും മാറാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും നവീകരണ കർത്താവ് എന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ പറയുമ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ജെ.ആർ. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ന് തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കണം. ഈയിടെ വലിയൊരു പ്രഭാഷകൻ അത് പ്രസംഗിച്ച് വലിയൊരു വിവാദത്തിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കുക. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ പിതാവാണ് മാർട്ടിൻ ലൂതർ കിങ്. അദ്ദേഹം ഒരു അമേരിക്കയിലെ ബാപ്റ്റിസ്റ്റ് പുരോഹിതനായിരുന്നു. ആ ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ എന്നൊക്കെ എഴുതിയവർക്ക് മാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു, ആദ്യ ബൈബിൾ പ്രിന്റ് ചെയ്തത് എന്നായിരുന്നു, ഏത് ഭാഷയിലായിരുന്നു? ആദ്യത്തെ ബൈബിൾ പ്രിന്റ് ചെയ്തത് ഏത് വർഷമായിരുന്നു, ഏത് ഭാഷയിലായിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ബൈബിൾ പ്രിന്റ് ചെയ്തത് ഏത് ഭാഷയിലായിരുന്നു, ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ് 25ാമത്തെ ചോദ്യം. ഫസ്റ്റ് ബൈബിൾ പ്രിന്റ് ചെയ്തത് ഏത് വർഷം, ഏത് ഭാഷയിൽ? ആദ്യത്തെ ബൈബിൾ പ്രിന്റ് ചെയ്തത്, എനിക്ക് 1-2 കോളുകൾ ഇടയ്ക്ക് വന്നതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അല്പം ഡിലേ വന്നിട്ടുണ്ട്. ഐ ആം സോറി. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ബൈബിൾ പ്രിന്റ് ചെയ്തത് ഏത് വർഷമായിരുന്നു, ഏത് ഭാഷയിലായിരുന്നു? ഫസ്റ്റ് ബൈബിൾ ഏത് ഭാഷയിലാണ് പ്രിന്റ് ചെയ്തത് എന്നുള്ളതാണ് 25ാമത്തെ ചോദ്യം. 25ാമത്തെ ചോദ്യം, ആദ്യ ബൈബിൾ പ്രിന്റ് ചെയ്തത് ഏത് ഭാഷയിലായിരുന്നു എന്നുള്ളതാണ്. വ്യത്യസ്തമായ ആൻസറുകൾ ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വർഷമായിരുന്നു, ഏത് ഭാഷയിലായിരുന്നു എന്നുള്ളത് ആരാണ്ട് പറയുന്നു ഗൂഗിളിൽ നോക്കിയിട്ട് കാണുന്നില്ലെന്ന്. ഗൂഗിളിൽ നോക്കിയാൽ എല്ലാം ഒന്നും കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു ആദ്യത്തെ ബൈബിൾ പ്രിന്റ് ചെയ്തത് 1455 ലാറ്റിൻ ഭാഷയിൽ ജോൺ ഗുട്ടൻബർഗ് എന്ന മനുഷ്യൻ എഴുതിയ പ്രിന്റ് ചെയ്ത മനോഹരമായ ബൈബിൾ. ആദ്യ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ഗുട്ടൻബർഗ് ആദ്യമായിട്ട് അച്ചടിച്ചത് ബൈബിളാണ്. അത് ലാറ്റിൻ ഭാഷയിലാണ്. ഏതാണ്ട് 48 കോപ്പികളായിരുന്നു ആദ്യം അദ്ദേഹം പ്രിന്റ് ചെയ്തത്. അത് നമ്മൾ മറന്നു പോകരുത്. ലോകത്ത് ആദ്യമായിട്ട് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു ഗുട്ടൻബർഗ്, ജോൺ ഗുട്ടൻബർഗ്. അദ്ദേഹം ആദ്യം പ്രിന്റ് ചെയ്തത് ബൈബിളായിരുന്നു. 48 കോപ്പികൾ മാത്രമായിരുന്നു അദ്ദേഹം പ്രിന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 1455 ലാറ്റിൻ എന്നെഴുതിയവർക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്. 1455 ലാറ്റിൻ എന്നെഴുതിയവർക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് 9 മണിക്ക് തന്നെ പ്രാർത്ഥനാധ്വനിയുടെ ഒഫീഷ്യൽ പേജിൽ നമ്മൾ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുങ്ങി വരിക. കഴിഞ്ഞ ആ ദിവസത്തെ തേർഡ് ഡേയിലെ വിജയിയെ ഇവിടെ പ്രഖ്യാപിക്കുന്ന അക്സാറ്റി രാജുവാണ് 1ാം സ്ഥാനത്തേക്ക് വന്നത്. 2-3 സ്ഥാനത്ത് വന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും പിന്മാറരുത്. അക്സാറ്റി രാജു കഴിഞ്ഞ ദിവസത്തെ വിജയിയെ, ആ അക്സാറ്റി രാജുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രാർത്ഥനാധ്വനിക്ക് വേണ്ടി, പ്രാർത്ഥനാധ്വനിയുടെ ഖത്തർ ചാപ്റ്ററിന് വേണ്ടി, അതിന്റെ ഭാരവാഹികൾക്ക് വേണ്ടി ഞാൻ അനുമോദനത്തിന്റെയും അഭിനന്ദനത്തിന്റെയും വാടാമലരുകളും നറുമലരുകളും സമർപ്പിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ, പ്രത്യാശയോടുകൂടെ ഞാൻ ഇപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സഹകരിച്ച എല്ലാ സഹകാരികൾക്കും പ്രാർത്ഥനാധ്വനിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പലരും എഴുതിയത് ഞാൻ കാണുന്നു. നിങ്ങൾ ജനറൽ ക്വസ്റ്റ്യനിലും വളരെ നല്ല രീതിയിൽ ഈ പ്രാവശ്യം റെസ്പോണ്ട് ചെയ്തു. നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് കൃത്യം 9 മണിക്ക് പ്രാർത്ഥനാധ്വനിയുടെ ഒഫീഷ്യൽ പേജിൽ നമുക്ക് വീണ്ടും കാണാം.
എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.